തുലാം രാശിക്കാർക്ക്, മിഥുനൻ രാശിക്കാർക്ക്, തുലാം രാശിക്കാർ, ധനുരാശിക്കാർ ഇവർക്കൊക്കെ വളരെ ഐശ്വര്യദായകമാണ്. ഉത്രാടം, ഉത്രട്ടാതി, പൂരാടം ഇങ്ങനെയുള്ള നക്ഷത്രക്കാർക്ക്, ചോതി, തിരുവോണം ഈ നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യദായകമാണ് ഈ വിഷുബലം. ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാർക്ക് അവസാന കാലത്ത് രാഹുദശയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രായമാകുമ്പോൾ വീഴ്ചയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ പ്രായത്തിനനുസരിച്ചും ദശാപകാര ചിത്രങ്ങളനുസരിച്ചും നമ്മൾ മുന്നോട്ട് അത് ചെക്ക് ചെയ്ത് ഓരോന്ന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾക്ക് ഈ വക ബുദ്ധിമുട്ടുകളൊന്നും ഏൽക്കുന്നതല്ല. അടുത്ത രാശിയായിരിക്കുന്ന ധനുരാശി. ധനുരാശിക്കാർക്ക് വിഷുബലം നല്ലതാണ്. കാരണം വ്യാഴം 7ാം ഭാവത്താണ്. ലോട്ടറി അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അവർക്ക് വളരെയധികം ധനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുലാം രാശിക്കും ധനുരാശിക്കാർക്കും വളരെ സമ്പത്തുണ്ടാകുന്നൊരു സമയമാണിപ്പോൾ. അത് ഉപയോഗപ്പെടുത്തുക, സമ്പത്ത് ഉപയോഗപ്പെടുത്തുക. സമ്പത്ത് ഉണ്ടാവാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. വിഷു ആശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ടിരുന്നു. ഞാൻ വിഷു ഫലത്തെപ്പറ്റി എൻ്റെ അറിവനുസരിച്ച് പറയാൻ പോകുന്നു. വിഷുഫലം, വിഷു സംക്രാന്തി കഴിഞ്ഞാൽ എല്ലാ നക്ഷത്രക്കാർക്കും ഓരോ മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട്. അത് പണ്ടേയുള്ള കാര്യം തന്നെയാണത്. അപ്പം വിഷുഫലം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ രാശിയാണ് മേടൻ രാശി. മേടൻ രാശിയിലേക്കാണ് ആര് വരുന്നു? സൂര്യഭഗവാൻ വരുന്നു. ആത്മകാരകനായിരുന്ന സർവേശ്വരനായിരിക്കുന്ന സൂര്യഭഗവാൻ വരികയാണ് മേടൻ രാശിയിലേക്ക്. ആ മേടൻ രാശിയിൽ അശ്വതി, ഭരണി, കാർത്തിക ആദ്യപാദമുള്ള ആളുകളുടെ അവസ്ഥ നോക്കാം നമുക്ക്. അവർക്ക് ഇപ്പോൾ 7ര ശനിയാണ്. 7ര ശനിയാണെങ്കിലും ചൊവ്വ നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഭൂമി വാങ്ങിക്കാനും ഭൂമിയുടെ രജിസ്ട്രേഷൻ നടക്കാനും ഭൂമി ആദായം ഉണ്ടാവാനും ഒക്കെ നല്ലതാണ്. വ്യാഴം 3ലാണെങ്കിലും വ്യാഴപ്രീതി നടത്തിയാൽ, അതായത് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയൊക്കെ ചെയ്താൽ ഇവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും. ഭൂമിയൊക്കെ വാങ്ങിക്കാനുള്ള കാര്യങ്ങളും ഭൂമിക്ക് വിദേശത്ത് പോകാനുള്ള ആൾക്കാർക്കെല്ലാം വിദേശത്ത് പോകാനുള്ള ഒരു നല്ലൊരു അവസരമാണ് ഈ അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർക്ക് വന്നിരിക്കുന്നത്. വ്യാഴം അനുകൂലമല്ലാത്തതുകൊണ്ട് അവർ കൃഷ്ണനെ പ്രാർത്ഥിക്കും, വിഷ്ണു സഹസ്രനാമം ജപിക്കും. ഒന്നും വേണ്ട, ഓം നമോ നാരായണായ, ഓം നമോ നാരായണായ നമ്മ വേണ്ട, ഓം നമോ നാരായണായ രാവിലെയും വൈകുന്നേരം 108 പ്രാവശ്യം ജപിക്കുക. ആ ജപിക്കുമ്പോൾ ആത്മാർത്ഥമായി ജപിക്കണം. ആർക്കു വേണ്ടി ജപിക്കരുത്, 108 തയ്ക്കാൻ വേണ്ടി ജപിക്കരുത്. നമ്മൾ ഓരോ ചക്രങ്ങളിൽ കൂടി ഫീൽ ചെയ്ത് വേണം ജപിക്കാൻ. മൂലാധാരം തൊട്ട് ഓം നമോ നാരായണായ അങ്ങനെ നമ്മൾ ജപിച്ചാൽ, 108 ജപിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, 11 പ്രാവശ്യം ജപിച്ചാലും 3 പ്രാവശ്യം ജപിച്ചാലും മതി. ആ ജപിക്കുന്നത് വളരെയധികം സന്തോഷത്തോടെയും സത്യസന്ധതയോടും വേണം ചെയ്യാനായിട്ട്. അത് ആത്മാർത്ഥത്തോടും ചെയ്യാനായിട്ട്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ബുദ്ധിമുട്ടുകൾ മാറും. അതേപോലെ 7ര ശനിയാണ്, 12ലാണ് ശനി. അറിഞ്ഞോ അറിയാതെയോ വല്ല കേസ് കുറ്റങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ മഹാദേവനെ പ്രാർത്ഥിക്കുക. ഓം നമ ശിവായ, ഓം നമ ശിവായ, അല്ലെങ്കിൽ ശിവ ഇതെപ്പോഴും ജപിക്കുകയും ശിവക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച തോറും ദർശനം നടത്താൻ പറ്റും നല്ലത്. അല്ലെങ്കിൽ അവനവൻ്റെ ജന്മനക്ഷത്രം വരുമ്പോൾ ശിവക്ഷേത്ര ദർശനം നടത്തുകയും അഭിഷേകം നടത്തുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുകയും ഒന്നും വേണ്ട കൂവളത്തില സമർപ്പിക്കുകയൊക്കെ ചെയ്താൽ തന്നെ വളരെയധികം നല്ലതാണ്. ഓം നമ ശിവായ, ഓം നമോ നാരായണായ നിരന്തരം ജപിച്ചാൽ ഇവർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നില്ല. വളരെ ആഗ്രഹങ്ങൾ നടക്കുന്നു, സാമ്പത്തികമായി ഉയരാൻ സാധിക്കുന്നു. ഇതെല്ലാം നടക്കുന്നതാണ്. അടുത്ത രാശിയായ ഇടവം രാശിയാണ്. ഇടവൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് കാർത്തിക അവസാനം, രോഹിണി, മകീരം ആദ്യം. ഇവരെ സംബന്ധിച്ചിപ്പോൾ നല്ല സമയം തന്നെയാണ്. 2ാം ഭാവത്ത് വ്യാഴമാണ്, 11ൽ ശനിയാണ്, കർമ്മത്തിൽ ചൊവ്വയാണ്. വലിയ പ്രശ്നമൊന്നുമില്ല. എങ്കിലും നമ്മൾ വളരെയധികം പ്രാർത്ഥന. പിന്നെ ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം പറയാൻ. ഇപ്പോൾ ചെറിയ കുട്ടികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇടവക്കൂറിൽ ചെറിയ കുട്ടികളാണെങ്കിൽ കൊച്ചു കുട്ടികളാണ്, അവർക്ക് അതിൻ്റേതായിട്ടുണ്ടാവും. ഓരോ പ്രായങ്ങളും ദശാപഹാര ചിത്രങ്ങൾ നോക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ പറയാൻ. ഇപ്പോൾ ജനിച്ച കുട്ടിയുടെ കല്യാണം എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഓരോ കാര്യങ്ങളും അവരുടെ ദശാപഹാര ചിത്രങ്ങളെല്ലാം നോക്കി നമ്മളിപ്പോൾ മൊത്തത്തിൽ പറയുന്നുണ്ടെങ്കിലും അവർക്ക് വളരെ നല്ല സമയമാണെന്നെങ്കിലും അത് വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം മുന്നോട്ട് പോകാനായിട്ട്. അടുത്ത രാശിയായിരിക്കില്ല മിഥുനം രാശിയാണ്. മിഥുനം രാശിക്ക് കർമ്മത്തിൽ ശനി നിൽക്കുകയാണ്. അപ്പോൾ കണ്ടകശനി എന്ന് പറയും. ജോലിക്ക് പ്രശ്നങ്ങൾ, ജോലി നഷ്ടപ്പെടാൻ സാധ്യതയൊക്കെയുള്ള സമയമാണ്. അപ്പോൾ മഹാദേവനെ തന്നെ പ്രാർത്ഥിക്കുക, ഹനുമാൻ ചാലീസ് ചൊല്ലുക, ഹനുമാൻ ക്ഷേത്രത്തിൽ പോയി നോക്കുക, തൊഴുകാരൊക്കെ ചെയ്താൽ നല്ലതാണ്. വിഷുബലം അനുസരിച്ച് അവർക്ക് വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും വ്യാഴം കൂടെ നിൽക്കുന്നുണ്ട്. എങ്കിലും
നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴും കറക്റ്റായിട്ട് ജപങ്ങൾ നടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് വരും. അടുത്ത നക്ഷത്രക്കാരാണ്. അപ്പോൾ ഈ മിഥുനൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകീരം അവസാനം, തിരുവാതിര, പുണർദം ആദ്യം. ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. അടുത്ത രാശിയാണ് കർക്കിടകം രാശി. കർക്കിടകം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് പുണർദം അവസാനം, പൂയം, ആയില്യം. ഈ നക്ഷത്രങ്ങളെ പറ്റി പറയുമ്പോൾ 12-ലാണ് വ്യാഴം. അനാവശ്യ ചെലവുകൾ വരുന്നുണ്ട്. പക്ഷെ ശനി അനുകൂലമാണ്. അപ്പോൾ നമ്മൾക്ക് എവിടെയാണോ നമുക്ക് വീക്ക്നെസ് ഉള്ളത് ആ വശത്ത് നമുക്ക് പ്രാർത്ഥിക്കാം, ക്ഷേത്ര ദർശനം നടത്തുക, മഹാക്ഷേത്രങ്ങളിൽ പോവുക, ഗുരുവായൂരൊക്കെ പോയി ദർശനം നടത്തുക. മാസത്തിലൊരിക്കൽ ഗുരുവായൂരും വർഷത്തിലൊരിക്കൽ തിരുപ്പതിയൊക്കെ പോയി വന്നവർക്ക് ഈ വക ദോഷങ്ങളൊന്നും ഏൽക്കുകയില്ല. അത്രയ്ക്കും പവർഫുള്ളാണ് അവിടെയുള്ള ആ പോസിറ്റീവ് എനർജി ഭയങ്കരമാണ്. ഇപ്പോൾ ഗുരുവായൂർ മാത്രം അമ്പലപ്പുഴയിൽ പോവാം, അമ്പലപ്പുഴ ഉണ്ണിക്കടനെ വെണ്ണ നേദിക്കാം. അതേപോലെ തന്നെ തിരുവനന്തപുരത്താണെങ്കിൽ പത്മനാഭസ്വാമി കാണാം. ഇങ്ങനെ ഏതൊക്കെയാണ് അടുത്ത ക്ഷേത്രങ്ങൾ, അവിടെ മഹാക്ഷേത്രങ്ങളെ പോകുന്നതും തൊഴുന്നതും വളരെയധികം ഐശ്വര്യദായകമാണ്. അടുത്ത രാശിയായിരിക്കുന്നത് ചിങ്ങൻ രാശിയാണ്. ചിങ്ങൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, ആദ്യം. അവരെ സംബന്ധിച്ച് ഇപ്പോൾ നല്ല സമയമാണ്. 11-ൽ വ്യാഴമാണ്. ശരിയും വലിയ പ്രശ്നവുമില്ല. ഇപ്പോൾ വളരെ സന്തോഷമുള്ള കാര്യം. പക്ഷേ നമ്മളെപ്പോഴും സമ്പത്ത് കാലത്ത് കാപത്ത് വച്ചാൽ, അതായത് സമ്പത്ത് നല്ല മരങ്ങൾ നടുക, തെങ്ങൊക്കെ വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ അതിന് കായഫലം പറിക്കാം എന്ന് പറഞ്ഞാൽ സമ്പത്ത് നല്ല സമയത്ത് നമ്മൾ ധാരാളം നാമജപങ്ങളും പ്രാർത്ഥനകളും കഠിനാധ്വാനം അങ്ങനെയല്ല, ബുദ്ധിപരമായിട്ട് നമ്മൾ പ്രവർത്തിച്ചാൽ നമുക്ക് ആ സമയത്ത് നമുക്ക് ഇതിൻ്റേതായ ഫലങ്ങൾ ലഭിക്കുന്നതാണ്. അടുത്ത നക്ഷത്രമാണ് കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ്. കന്നിരാശിയിൽപ്പെട്ട നക്ഷത്രമായ ഉത്രം അവസാനം, അത്തം, ചിത്തിര ആദ്യം. ഇവർക്ക് കണ്ടകശ്ശേരി സമയമാണ്. അവർ മഹാദേവനെ പ്രാർത്ഥിക്കുകയും ഹനുമാൻ ചാലീസ് ചൊല്ലുന്നവർക്ക് ഈ ശരിയൊന്നും ഏക്കില്ല. ഹനുമാൻ്റെ മുമ്പിലാണ് ശരി തോറ്റിരിക്കുന്നത്. എപ്പോഴും ഹനുമാൻ ചാലിസ് ചൊല്ലുക. രാമ 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 ജപിക്കുന്നവർക്കും ശ്രീരാമജയം എഴുതുന്നവർക്കും ഇവ ഒന്നും ബാധിക്കുന്നതല്ല. ഇങ്ങനെ മുന്നോട്ട് പ്രാർത്ഥനയോടുകൂടി മുന്നോട്ട് പോവുക. പ്രാർത്ഥന മാത്രം പോരാ, താൻ പാതി ദൈവം പാതി. അതായത് നമ്മൾ ജോലി ചെയ്യണം, ജോലി ചെയ്യുന്നതിന് ഫലം കിട്ടുകയും അനാവശ്യ ചെലവുകൾ കുറയാനാണ് നമ്മൾ കൂടുതൽ പ്രാർത്ഥനാ രീതിയിലേക്ക് പോകേണ്ടത്. അടുത്ത രാശി ചോതി, അതായത് തുലാം രാശിയാണ്. തുലാം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖം, ആദ്യം. ചിത്തിര അവസാനം, ചോതി, വിശാഖം, ആദ്യപാദം. ഇവർക്ക് നല്ല കാലമാണ്. ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടില്ലാത്ത നല്ല സമയമാണ് തന്നെയാണ്. ഈ പറഞ്ഞ മാതിരി തന്നെ അവരും പ്രാർത്ഥനയെ കൂടി അടുത്ത് നിങ്ങൾ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത്, കാരണം ഇനി ശനി ഇപ്പോൾ വരാൻ പോണത് കണ്ടകശനിയായിട്ട് വരുന്നത്, നീചത്തിലേക്ക് ശനിയാണ് വരുന്നത് 2027. അപ്പോൾ ഇപ്പോഴേ നമ്മൾ ഓരോ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ പ്രിക്കോഷനായി ചെയ്താൽ ആ സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായി വരില്ല. അല്ലാതെ നമ്മൾ അസുഖം വരുമ്പോൾ മരുന്ന് അന്വേഷിക്കരുത്, അസുഖം വരാതെ നമ്മൾ നോക്കുക. അതിനുള്ള പ്രിക്കോഷൻസൊക്കെ നമ്മൾ ചെയ്യപ്പെടും. അടുത്ത രാശിയായിരിക്കുന്ന വൃശ്ചികൻ രാശിയാണ്. വൃശ്ചികൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് വിശാഖം അവസാനം, അനിഴം, തൃക്കേട്ട. ഈ നക്ഷത്രക്കാർക്ക് സംബന്ധിച്ചാൽ ഏഴശനിയൊക്കെ കഴിഞ്ഞ് സമാധാനമുണ്ട്. വ്യാഴം ഇപ്പോൾ അനുകൂലം അല്ലെങ്കിലും കുഴപ്പമില്ലാതെ അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വ്യാഴം 6-ലാണെങ്കിലും ഇവർ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, നാമജപം നടത്തുക. ആയില്യം കേട്ട രേവതി നക്ഷത്രക്കാർക്ക് അവസാന കാലത്ത് രാഹുദശയാണ്. അപ്പോൾ അത് കാരണം നമ്മൾ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രായമാകുമ്പോൾ വീഴ്ചയ്ക്കൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ പ്രായത്തിനനുസരിച്ചും ദശാപകാര ചിത്രങ്ങളനുസരിച്ചും നമ്മൾ മുന്നോട്ട് അത് ചെക്ക് ചെയ്ത് ഓരോന്നും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾക്ക് ഈ വക ബുദ്ധിമുട്ടുകളൊന്നും ഏൽക്കുന്നതല്ല. അടുത്ത രാശിയായിരിക്കുന്ന ധനുരാശി. ധനുരാശിക്കാർക്ക് വിഷുഫലം നല്ലതാണ്. കാരണം വ്യാഴം 7-ാം ഭാവത്താണ്. ലോട്ടറി അടിക്കാനൊക്കെ സാധ്യതയുണ്ട്. അവർക്ക് വളരെയധികം ധനമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. തുലാം രാശിക്കും ധനുരാശിക്കാർക്കും വളരെ സമ്പത്തുണ്ടാകുന്നൊരു സമയമാണിപ്പോൾ. അത് ഉപയോഗപ്പെടുത്തുക, സമ്പത്ത് ഉണ്ടാവാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം. അതായത് പങ്ക്ച്വാലിറ്റി വേണം. നമ്മൾ രാവിലെ സൂര്യോദയത്തിന് മുമ്പ് എഴുന്നേറ്റ് അവനവൻ്റെ ദിനചര്യകൾ ചെയ്ത ശേഷം നാമം ആ പ്രപഞ്ചത്തിലേക്ക് നോക്കി നാമം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമുക്ക് യൂണിവേഴ്സ് തന്നെ, അതായത് പ്രപഞ്ചമാണ്. പണ്ട് പ്രപഞ്ചം ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴാണ് ദേവന്മാരൊക്കെ വന്നത്. അപ്പോൾ ആ പ്രപഞ്ചത്തിലുള്ള ശക്തിയുടെ ഊർജ്ജം നമ്മളിലേക്ക് പോസിറ്റീവ് ഊർജ്ജം വരികയും നമുക്ക് പിന്നീടുള്ള കാലങ്ങൾ നന്നായിട്ട് വരികയും. അപ്പം അവർക്ക് ലോട്ടറി അടിക്കാനുള്ള കാലങ്ങളൊക്കെയാണ് ഈ ധനുരാശിക്കാർ. അതായത് ധനുരാശിപ്പെട്ട നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദങ്ങൾ. ഇവർക്ക് വളരെ നല്ല സമയമാണ്. കണ്ടകശനിയുണ്ട് എങ്കിലും ശ്രദ്ധിക്കുക. പ്രായഭേദമനുസരിച്ച് വേണം ഓരോ കാര്യങ്ങളും ചെയ്യാനായിട്ട്. പ്രായമുള്ള ആൾക്കാർ വീഴാതെ ശ്രദ്ധിക്കുക.
തെറ്റി വീഴാതെ ശ്രദ്ധിക്കുക. വളരെയധികം ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോകണം. വളരെ വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ടാവുന്ന സമയമാണ്. കാരണം കാലുകൾക്കൊക്കെ ക്ഷതം വരാൻ സാധ്യതയുള്ള സമയമാണ്. അപ്പോൾ അത് ശ്രദ്ധയോടെ മുന്നോട്ട് പോവുക. അടുത്ത രാശിയാണ് മകരം രാശി. മകരം രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് ഉത്രാടം, തിരുവോണം, അവിട്ടം, ആദ്യപാദം. ഈ നക്ഷത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ 7 ശനിയൊക്കെ മാറി 3 ശനി നല്ലതാണ്. വ്യാഴം കുറച്ച് അനുകൂലമല്ല എങ്കിലും വളരെ മുന്നോട്ട് നമ്മളെപ്പോഴും ഏത് രാശി വന്നാലും ഏത് കാലങ്ങൾ വന്നാലും ഏത് ഗ്രഹങ്ങൾ വന്നാലും നമ്മൾ കെയർഫുള്ളായിരിക്കണം. എപ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴെല്ലാം വളരെ കെയർഫുള്ളായിരിക്കണം. വളരെ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അടുത്ത രാശിയാണ് കുംഭൻ രാശി. കുംഭൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് അവിട്ടം അവസാനം, ചതയം, പൂരുരുട്ടാദ്യാദ്യം. ഇവർക്ക് സാമാന്യം നല്ല കാലമാണ്. 7 ശനി തീരുകയാണ് എങ്കിലും വ്യാഴമൊക്കെ അനുകൂലമായിട്ടിരിക്കുന്നു. വളരെ സമൃദ്ധിയും സന്തോഷമുള്ള സമയമാണ്. അവർക്കും അവിചാരിതമായി ധനം ലഭിക്കാനുള്ള കാലങ്ങളൊക്കെയാണ് ഈ സമയം. അടുത്ത രാശിയാണ് മീനൻ രാശി. മീനൻ രാശിയിൽപ്പെട്ട നക്ഷത്രങ്ങളാണ് പൂരുരുട്ടാതി അവസാനം, ഉത്രട്ടാതി, രേവതി. ഈ നക്ഷത്രക്കാർക്ക് 12-ൽ ശനിയാണ്. അതായത് നമ്മൾ കേസ് കെട്ടുകളിലൊക്കെ വിടാൻ സാധ്യതയുണ്ട്. അത് മഹാദേവനെ പ്രാർത്ഥിക്കുക, മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക, രാമനാമം ജപിക്കുക, അറിഞ്ഞോ അറിയാതെ ഒന്നിനും ഒപ്പിടാതിരിക്കുക, ജാമ്യത്തിൽ നിൽക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്താൽ അവർക്ക് വലിയ പ്രശ്നമില്ല. വ്യാഴം അവർക്ക് അനുകൂലമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓരോ രാശിക്കാരും വന്ന നക്ഷത്രങ്ങൾക്ക്. ഈ നക്ഷത്രങ്ങളിൽ നമ്മൾ പൊതുവായൊരു ഫലമാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോ അതായത് ജനിച്ച ഓരോ പ്രായം അനുസരിച്ചും ഓരോ ദശാപഹാരം അനുസരിച്ചും, ഇപ്പോൾ ജനിക്കുന്ന ദശയും അതുപോലെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ദശകളും ഛിദ്രദശയാണോ ദശാസന്ധിയാണോ ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട്. അല്ലാതെ ഈ ഒറ്റയടിക്ക് പറഞ്ഞ് ഗോചരാൽ പറഞ്ഞിട്ട് വലിയതില്ല. വിഷുബലത്തെ പറ്റി പറയുകയാണെങ്കിൽ വിഷുബലം ഈ തുലാൻ രാശിക്കാർക്ക്, മിഥുനൻ രാശിക്കാർക്ക്, തുലാൻ രാശിക്കാർ, ധനുരാശിക്കാർ ഇവർക്കൊക്കെ വളരെ ഐശ്വര്യദായകമാണ്. ഉത്രാടം, ഉത്രട്ടാതി, പൂരാടം ഇങ്ങനെയുള്ള നക്ഷത്രങ്ങൾക്ക്, ചോതി, തിരുവോണം ഈ നക്ഷത്രക്കാർക്ക് വളരെ ഐശ്വര്യദായകമാണ് ഈ വിഷുബലം. അപ്പോൾ വിഷുബലം എല്ലാവർക്കും നന്നായി വരട്ടെ. എല്ലാവരും നാമജപത്തോടെയും സന്തോഷത്തോടെയും സത്യസന്ധമായിട്ടും ജോലികൾ ചെയ്ത് എല്ലാവരും അഭിവൃദ്ധിയിലേക്ക് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷു ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.